ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്ക് സമീപമുള്ള റേനിഗുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വലിയ സഭയുടെ പാസ്റ്ററായിട്ടുള്ള പാസ്റ്റർ ഡേവിഡാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങി വെച്ച ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ പല സഭകളിലും കടന്നു വരുന്നുണ്ട്. വളരെ നല്ല ജീവിതാനുഭവങ്ങളും ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിച്ച അനേക സംഭവങ്ങളും ഓർമ്മകളും അവരുടെ ജീവിതത്തിൽ അവർക്ക് പറയാൻ കഴിയുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ ഗോസ്പൽ TV യുപിയിലൂടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ఈ దేవదాసుని క్రిస్తువులని స్నేహవందనలు അറിയിക്കുന്നു. సార్ గోస్పల్ TV యూపీ తరపున మీకు శుభవందనాలు తెలియపరుస్తున్నాను. థ్యాంక్ యూ సార్. ఓకే, థ్యాంక్ యూ సార్. నేను అడుగుతున్నాను సార్, ముందు మీ పేరు ఒకసారి చెప్తారా? మీ పేరు, అమ్మ నాన్న పేర్లు, మీ బ్రదర్స్ പേരിൽ എక్కడ പുട്ടേരു എక్కడ പെരുകേരു అనేటువంటి വിഷയം చెప్తారా? ഞാൻ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച്, എവിടെ പഠിച്ചു, അച്ഛൻ്റെ അമ്മയുടെയും പേരെന്താണ്, എവിടെയായിരുന്നു വിദ്യാഭ്യാസം, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. నా పేరు సి డేవిడ్ కరుణాకరన్. మా తండ్రి గారి పేరు బిషప్ చంద్రన్. అమ్మగారి పేరు కృపాదేవి. నా తోడబుట్టిన తమ్ముడు పేరు సామ్వేల్ ప్రేమకరణ్. నా చెల్లి పేరు సారా సుమబాల. నాకు వివాహమై నా సత్యమణి పేరు నాన్సీ కల్పన. నాకు 2 కుమార్తెలు. పెద్ద కుమార్తె పేరు డేవిడ్ జెనిఫర్. చిన్న కుమార్తె పేరు డేవిడ్ జాస్మిన్. మేము పుట్టిన ఊరు రేణిగుంటే. మేము పెరిగినది రేణిగుంటలోనే. నేను విద్యాభ్యాసం అంటే నా చిన్ననాటి నుండి చదువుకున్నది కూడా రేణిగుంటలోనే. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, ഡേവിഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേരുകൾ അദ്ദേഹം പരിചയപ്പെടുത്തിയിരുന്നു, നമ്മളോട് പറഞ്ഞു. അത് നിങ്ങൾ ശ്രവിച്ചിരുന്നല്ലോ. അതുപോലെ അദ്ദേഹം ഇവിടെ തന്നെയാണ്, ഈ റേണിഗുണ്ടയിൽ തന്നെയാണ് జనించതും ఈ రేణిగుంటയിൽ తనేയാണ് അദ്ദേഹം విద్యాభ్యాసం చేయదు. సార్, మీరు చదువుకున్న తర్వాత మీరు ఏం చేయాలని ఆశించారు? అసలు దేవుని యొక్క సేవలోకి మీరు రావడానికి కారణం ఏమిటి? విద్యాభ్యాసం കഴിഞ്ഞതിന് ശേഷമായിട്ട് യേശുവിൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത്? എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. మా నాన్నగారు యేసు ప్రభుని మా తల్లిగారికి పిచ్చి పట్టిపోయి బట్టలు లేకుండా 5 నెలలు రేణిగుంటలో తిరిగారు. అలాంటి సమయంలో మా నాన్న తాగుబోతోడు, మేము హైందువులం. ఇంటికాడే గుడులు కట్టి పూజ చేసేవాళ్ళం, గరిగెత్తేవాళ్ళం, పంబ ఉడక వాయించేవాళ్ళం, బలి అర్పించేవాళ్ళం. అలాంటి స్థితిలో మా అమ్మ, నేను మొదటి బిడ్డ పుట్టాను, 3 సంవత్సరాల తర్వాత తమ్ముడు పుట్టాడు. తమ్ముడు పుట్టగానే మా అమ్మ పిచ్చిదై బట్టలు లేకుండా తిరిగింది. ఎవరు కూడా మా అమ్మని బాగు చేయలేదు. మద్రాస్ మెంటల్ మాధవరం హాస్పిటల్లో చైన్తో కట్టేశారు. ఆమెకి ఒళ్ళంతా పడక పుండు వచ్చింది. ఇక చనిపోతుంది, ఇంటికి తీసుకువెళ్ళిపోండని డాక్టర్లు పంపించడం జరిగింది. అలా తీసుకొని వచ్చి ఒకరోజు సాయంత్రం మా ఇంటికాడ అందరూ ఏడుస్తూ ఉండగా ప్రజలందరూ వచ్చి చూసి వెళుతున్నారు. ఇక కొద్ది గంటల్లో చనిపోతుంది, చావ సిద్ధమై ఉన్నది. ఆ సమయంలో ఒక దేవుని సేవకుడు ఆ మార్గం గుండా వస్తూ, ఆయన ఇక్కడ ఏమిటి ఇంత జనం ఉన్నారని అడిగి అక్కడికి వచ్చి మా నాన్నగారి దగ్గర, యేసు ప్రభు నిజమైన దేవుడు, ఆయన చనిపోయిన వారిని లేవనెత్తాడు, మీ భార్యను కూడా బాగు చేస్తాడు, యేసు ప్రభుని నమ్ముకో అని చెప్పాడు. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ഉണ്ടായ ഒരു വിദ്യാഭ്യാസ സമയത്തുണ്ടായ അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ ഒരു മദ്യപാനിയായിരുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിന് ശേഷമായിട്ട് അനുജൻ ഉണ്ടായതിനു ശേഷമായിട്ട് 5 വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ മാതാവിന് മാനസികമായിട്ടുള്ള
5 മാസങ്ങളോളം മാനസികമായിട്ട് രോഗമായിട്ട് വളരെ കഷ്ടപ്പെട്ടു. അതായത് ഈ റെനിഗുണ്ട എന്ന് പറയുന്ന സ്ഥലത്തു കൂടി വസ്ത്രമില്ലാതെ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവർക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സഹോദരൻ ജന്മത്തോടുകൂടി അങ്ങനെ മദ്രാസ് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവർക്കാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, ചങ്ങലക്കിട്ടു. അങ്ങനെ കിടന്ന് ഉള്ള പാടുകൾ എല്ലാം പൊട്ടി വ്രണമായി ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് ഒരിക്കൽ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആൾക്കാരും സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് മാതാവ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വഴി ഒരു ദേവദാസൻ കടന്നു വന്നു. ദേവദാസൻ ചോദിച്ചു, എന്താണ് ഇവിടെ ഇതിന് മാത്രം ജനമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സഹോദരിക്ക് രോഗമായിട്ട് మరణాసన్నయ్య കിടക്കുന്നു പറയുകയും ఆ దేవదాసన్ వന്ന് ప్రార్థిക്കുകയും ചെയ്തു. ప్రార్థన అయిన తర్వాత మీ అమ్మగారికి స్వస్థత కలిగిందా? ప్రార్థించబోల్ సౌఖ్యం కిట్టియో? అప్పుడే స్వస్థత కలగలేదు. రాత్రి మా నాన్నగారు యేసయ్యా నా భార్యని బాగు చేయని ఆయనకి ప్రార్థన చేయడం తెలీదు. అలా ప్రార్థించినప్పుడు తెల్లవారి 5వ గంటకి మా అమ్మగారు పిచ్చి బాగయి వస్త్రాలు కట్టుకొని చనిపోవడానికి సిద్ధంగా ఉన్న మా అమ్మ మా తండ్రి గారి దగ్గర వచ్చి మాట్లాడింది. మా తండ్రి గారు లేచి చూడగానే పురుగులు రాలిన ఆ గాయాల్లో నుండి పురుగులు రాలేదు, గాయం అలానే ఉంది కానీ పురుగులు రాలేదు. ఆమె పిచ్చి నుండి బాగయింది. ఆ రోజు ఆయన యేసు ప్రభుని విశ్వసించాడు. ആ രാത്രിയിൽ ആ ദേവദാസൻ കടന്നു വന്ന് ആ സുവിശേഷം പറഞ്ഞ് യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് പോയതിനു ശേഷം അപ്പോഴല്ല സൗഖ്യം കിട്ടിയത്. ആ ദേവദാസൻ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഈ അമ്മ മരണത്തെ കാത്തു കിടക്കുകയാണ്. ശരീരത്തിലെ വ്രണങ്ങളിൽ നിന്നും പുഴുക്കൾ ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. ആരും അവരരിക്കിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയും മരണകരമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുകയാണ്. എന്നാൽ ആ സമയത്ത് തൻ്റെ പിതാവിൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമുണ്ടായി. എന്തായിരുന്നാലും യേശുവിനെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന്, എങ്ങനെയാണ് പ്രാർത്ഥനയെന്നറിയില്ല, എന്താണ് പ്രാർത്ഥനയെന്ന് പോലും അറിയത്തില്ലാത്ത അദ്ദേഹം ഈ ദേവദാസൻ പറഞ്ഞു കൊടുത്തതിനെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണ് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഭാര്യയെ നീ സുഖമാക്കണം എന്ന് ഉള്ളു തകർന്ന് ആ രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം വീടിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ഏതാണ്ട് വെളുപ്പിനെ 5 മണിയായപ്പോൾ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരുന്ന ആ മരണാസന്നയായി കിടന്ന ആ മാതാവ് എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ഭർത്താവിൻ്റെ അരികിൽ വന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹം ആ മുറിവുകളിലേക്ക് നോക്കിയപ്പോൾ ആ మురివుകളിൽ నిന്നും ഒരു పుഴുക്കളൊന്നും വരുന്നില്ല, പക്ഷേ మురివుകൾ അതുപോലെ തന്നെയുണ്ട്. അങ്ങനെയാണ് సంభవం. ఆ తర్వాత ఏం జరిగింది సార్? ఎట్లాగా మీ అమ్మగారు బాగుపడిందా? ఏం జరిగింది? അതിനുശേഷം అమ్మയ്ക്ക് సుఖం వന്നോ? అమ్మയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. వెంటనే అమ్మగారు బాగవడం, నాన్నగారు యేసు ప్రభు నిజమైన దేవుడిని తెలుసుకోవడం, మా కుటుంబస్తులందరూ కూడా మనము మన యొక్క కులదేవతని మొక్కుతున్నాం, ఈడు యేసుప్రభుని అంటున్నాడు అని చెప్పి వాళ్ళు కొంత ఆటంకపరచడం, అక్కడి నుంచి మేము బయటకు వచ్చి యేసుప్రభుని మా కుటుంబం అంతా తెలుసుకొని చిన్న వయసునందే. సార్, ఇప్పుడు మీరు మీ అమ్మగారికి స్వస్థత కలిగిన తర్వాత ఏమి జరిగింది? మీరు దేవుని యొక్క సేవలోకి రావడానికి ఎట్లా తీర్మానం చేసుకున్నారు? ఆ విషయం ఒకసారి చెప్తారా? അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സൗഖ്യം വന്നതിന് ശേഷം ദൈവവേല ചെയ്യണമെന്ന് എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടായത്, ఎങ്ങനെയാണ് దైవవేలకి വേണ്ടി వన్నదన్న ചോദ്యമാണ് ഞാൻ ചോദിച്ചത്. చెప్పండి. ఎప్పుడైతే స్వస్థత కలిగిందో అప్పుడు మా నాన్నగారు మమ్మల్ని లూథరన్ చర్చికి తీసుకెళ్ళి మాకు చిన్ననాటిలోనే బాప్తిజంలోకి నడిపించారు. ఆ తర్వాత మేము అక్కడ మాకు తెలుగు అర్థం కాలేదు. పరిశుద్ధ ఆత్మతో ఆరాధించే సంఘం కావాలి అని ఆశించినప్పుడు ఇక్కడెక్కడ కూడా తమిళ్ చర్చ్ లేదు రేణిగుంటలో. అందుకని నాన్నగారు ఆ లూథరన్ చర్చ్ పక్కనే ఒక స్థలం ఉండగా ఆ స్థలం గల యజమానితో మాట్లాడి తానును తన స్నేహితులు ఇద్దరు కూడా ఒక పాక లాంటి ఒక చర్చిని అక్కడ నిర్మించి, అంటే అప్పుడు వాళ్ళు ఎలా ఆ చర్చిని నిర్మించారంటే పగలంతా రైల్వేకి పనిచేస్తూ రాత్రుల్లో తాను తన ఫ్రెండ్ వెళ్ళి చెరువులో మట్టి తీసుకొని వచ్చి గోడ కట్టి, అంటే ఆవులు మడక దున్నే ఆవులు
పని చేసేసి అలసిపోయి ఉంటాయి. కనుక వాళ్ళిద్దరూ ఆవుల్లాగా తన మెడపైన ఆ యొక్క ఎద్దుల బండిని పెట్టుకొని తీసుకొని వచ్చి చర్చిని నిర్మించి ఒక పాస్టర్ గారిని తీసుకొని వచ్చి కోయంబత్తూరు నుంచి ఇక్కడ తీసుకొని వచ్చి మాకు వాక్యం చెప్పండి, పరిశుద్ధాత్మ గురించి మాకు తెలియజేయండి అని ఇక్కడ పెట్టి మేము మీకు జీతం ఇస్తామని చెప్పి రైల్వేలో పనిచేస్తున్న జీతాన్ని ఆయనకి ప్రతి నెల సపోర్ట్ చేస్తూ దేవుని వాక్యాన్ని తెలుసుకోవడానికి അത്യാസക്തിతో ఆయన ആശപ്പെടും. അങ്ങനെ ആ മാതാവിന് സൗഖ്യം ലഭിച്ചതിന് ശേഷമായിട്ട് ഇവർ അടുത്തുള്ള ഒരു ലൂഥറൻ ചർച്ചിലാണ് പോയി ആരാധനകളും ഒക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം, അവർ ബേസിക്കായിട്ട് തമിഴാണ് അവരുടെ മാതൃഭാഷ. തമിഴിലുള്ള ഒരു ആരാധന റേനിഗുണ്ടയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂഥറൻ ചർച്ചിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് അവിടെ ഒരു ഷെഡ് ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ചു. എങ്ങനെയാണ് നിർമ്മിച്ചതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പിതാവും ആ സഹോദരനും കൂടി പകൽ മുഴുവൻ റെയിൽവേയിൽ ജോലി ചെയ്തതിന് ശേഷമായിട്ട് രാത്രിയിൽ ഒരു കാളവണ്ടിയിൽ ഇവർ രണ്ടുപേരും ആ കാളകൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കണ്ടത്തിൽ നിന്നും അല്ലെങ്കിൽ കുളത്തിൽ നിന്നും മണ്ണ് വാരിക്കൊണ്ട് വന്നത് നികത്തി അങ്ങനെ ഒരു ചർച്ച അവരുണ്ടാക്കി. എന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഒരു തമിഴനായിട്ടുള്ള ഒരു ദേവദാസനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഈ സഭയിൽ പാസ്റ്ററായിട്ട് ആക്കി എല്ലാ പ്രാർത്ഥനകളിലും ഒക്കെ പ്രാർത്ഥനകൾ നടത്തി ഞായറാഴ്ച ആരാധനകൾ നടത്തി അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടേയിരുന്നു. ആ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ശമ്പളം പൈസ കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന് അദ്ദേഹം പിതാവ് റെയിൽവേയിൽ ജോലി ചെയ്ത് കിട്ടുന്ന ആ ശമ്പളത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ദേവദാസിന് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് സഭ വളർത്തിക്കൊണ്ടിരുന്നത്. ఎంత కాలం ఆ చర్చ్ నడిచింది. అందులో వేరే మన తమిళ్ ప్రజలు వచ్చారా? ఇంచుమించు ఎంతమంది మారు మనసు పొందారు? మీరు ఎప్పుడు సమర్పించుకున్నారు? నాన్నగారు తర్వాత సేవలోకి వచ్చారా? అంటే അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നോ, അവിടെ കൂടുതൽ ആത്മാക്കൾ വന്നോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. ఇలా ఉండగా మా నాన్నగారు తన జీవితంలో జరిగిన అద్భుతాన్ని ఈ చుట్టుపక్కల ఉన్న గ్రామాల్లో ఎవ్వరూ వెళ్ళి సువార్త చెప్పేవారు కారు. నేను చిన్నప్పుడు ఉండగానే నాకు ట్రిబుల్ కాంగో వాయించేదానికి నేర్చుకున్నాను. నేను, అమ్మ, తమ్ముడు, చెల్లి ప్రతి గ్రామానికి వెళ్ళి ఒక పక్క ట్రిబుల్ కాంగో నాన్నగారు తీసుకొని ఒక పక్క మమ్మల్ని పట్టుకొని అమ్మగారు మమ్మల్ని గ్రామాల్లో తీసుకుపోయి వీధుల్లో నిలబడి పాట ఆయనకి వచ్చి రాని పాట పాడి దేవుడు తన జీవితంలో చేసిన ఆశ్చర్య కార్యాలని సాక్ష్యంగా చెప్పేవాడు. అలా ఉండగా అనేక ప్రజలు రక్షింపబడి ఆ మందిరంలో చేర్చబడి బాప్తిసం పొందారు. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരിയുമായിട്ട് നമ്മൾ വായിക്കുന്ന ട്രിപ്പിളുണ്ടല്ലോ, ആ ട്രിപ്പിളുമായിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകും. ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് ആ റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ആ ഇദ്ദേഹം ട്രിപ്പിൾ വായിക്കും, അവരെല്ലാം പാട്ട് പാടും. എന്നിട്ട് യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ അത്ഭുതം, മാതാവിൻ്റെ ആ ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ നിന്നും സൗഖ്യം കൊടുത്ത ആ ഒരു സാക്ഷ്യത്തെ പറയുമ്പോൾ അത് കേൾക്കുന്നവർ ധാരാളം പേർ ദൈവമായ കർത്താവ് യേശു ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പലരും വരികയും കർത്താവിൻ്റെ സന്നിധിയിൽ അവർ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്ത് అనేక ఆరాధనలు അങ്ങനെ ఆరంభించడానికి వేണ്ടി തുടങ്ങി. తర్వాత ఏం జరిగింది సార్? పిన్నీడు എന്താണ് സംഭവിച്ചത്? అక్కడి నుంచి ఇలా నడుస్తూ ఉండగా దేవుని పిలుపుని మా తండ్రి గారు పొందుకున్నారు. അങ്ങനെ ഇരിക്കെ ഈ സാക്ഷ്യം അറിയിക്കുകയും അനേകം രക്ഷിക്കപ്പെടുത്തുകയും ചെയ്തത് മാത്രമല്ലാതെ ദൈവത്തിൻ്റെ ഒരു വിളിയും തിരഞ്ഞെടുപ്പും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിളി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ലഭിച്ചു. మా నాన్నగారికి అవన్నీ తెలియదు. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈ വിഷയങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനുള്ള അങ്ങനെ ദൈവികമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ఎందుకంటే എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ చదువుకోలేదు. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ലായിരുന്നു. 5వ తరగతి వరకే 5ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളായിരുന്നു. ఎప్పుడైతే దేవుని యొక్క దర్శనాన్ని పొందుకున్నాడో, എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു ദർശനം അയച്ചത്, ആ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധം അദ്ദേഹത്തിന് കൊടുത്തത്, వారి యొక్క పెద్దనాయన కొడుకులు, వాళ్ళ మామ వాళ్ళందరూ కూడా సేవ చేస్తున్నారు, సేవకులుగా ఉన్నారు. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ അങ്ങനെയുള്ള കുറേ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ
ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവർ ദേവദാസന്മാരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഈ വിളിയെക്കുറിച്ചോ తిరగడపరేకురిచో ఒന്നും അറിയത്തില്ലായിരുന്നു. మా నాన్నకి అప్పుడు కూడా దేవుని గురించి ఎక్కువ తెలుసుకోవాలని, దేవుని గురించి ఇతరులకి చెప్పాలని చాలా ఆసక్తి ఉండేది. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് മാത്രം ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നും ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും ആഴത്തിൽ ചിന്തിക്കണമെന്നും മറ്റുള്ളവർക്ക് അത് വിശദീകരിച്ച് കൊടുക്കണമെന്നും അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായി. అలా ఉండగా അങ്ങനെ ഇരിക്കുമ്പോൾ మా నాన్న తన అన్న వాళ్ళ దగ్గరికి వెళ్ళినప్పుడు అక్కడ తమిళనాడు నుంచి వస్తున్న ఏపీ దక్షిణామూర్తి అయ్య గారు అలాగే జాక్సన్ చంద్రశేఖర్ అయ్య గారు నాన్నగారికి పరిచయం అయ్యారు. അങ്ങനെ ഇരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും ദക്ഷിണാമൂർത്തി എന്നും ജാക്സൺ എന്ന് പറയുന്ന ആ ദേവദാസനും ഇവർ വരുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈ രണ്ട് ദേവദാസന്മാരെ പരിചയമായി. ఆయన దగ్గర నాన్నగారు చెప్పారు, ఇలా దేవుడు నన్ను సేవకు పిలుస్తున్నాడు, సంఘము ప్రారంభించాలని చెబుతున్నాడు. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചന്ദ്രൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന കർത്താവ് കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകളെക്കുറിച്ച് ആ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന പാസ്റ്ററിനോടൊക്കെ പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ വലിയൊരു പ്രേരണ കിട്ടുന്നുണ്ട്, ഒരു വിളി ലഭിക്കുന്നുണ്ട്, ഇങ്ങനെ സുവിശേഷം പങ്കുവയ്ക്കുകയും അതോടൊപ്പമായിട്ട് സഭകൾ സ്ഥാപിക്കുകയും കർത്താവിനേക്ക് അനേകരെ കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ള വലിയൊരു വിളി എനിക്കുണ്ടാവുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ദക്ഷിണാമൂർത്തി പാസ്റ്ററോട് പറഞ്ഞു. వెంటనే ఆయన అన్నారు, ప్రభు చెప్తే వెంటనే ప్రారంభించు అన్నాడు. അപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ദൈവമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യണം, കർത്താവിൻ്റെ വിളി കേട്ട് നീ ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. పాస్టర్ అనగా ఎలా అని తెలియదు, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, సంఘాన్ని ఎలా కట్టి నడిపియాలో తెలియదు, അതായത് ഒരു സഭ ഉണ്ടാക്കി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല, ఎవరు వస్తారు మనం వాక్యం చెప్తే సంఘానికి అని తెలియదు. അത് പിന്നെ ദൈവത്തിന് സുവിശേഷം പറഞ്ഞാൽ ആരാണ് നമ്മുടെ സഭയിലേക്ക് വരുന്നത് അറിയില്ല. కానీ దేవుడు చెప్తున్నాడు సంఘాన్ని కట్టు. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് മാത്രം അദ്ദേഹത്തിൻ്റെ പിതാവിനോട് സംസാരിക്കുന്നു, നീ സഭ സ്ഥാപിക്കണം എന്ന് പറയുകയാണ്. ఇప్పుడు సేవకుల దగ్గర, పెద్ద సేవకుల దగ్గర చెప్తే వాళ్ళు అంటున్నారు, దేవుడు చెప్తే ప్రారంభించు అంటున్నారు. വലിയ ദേവദാസന്മാരോട് സംസാരിച്ചപ്പോഴും ഈ ആഗ്രഹം പങ്കുവച്ചപ്പോഴും അവർ പറഞ്ഞത്, നിന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. వెంటనే మా ఇంటికి మేము ఎక్కడైతే కాపురం ఉన్నామో అక్కడ ఉన్న స్థలంలో చిన్న పాకతో దేవుని మందిరాన్ని ప్రారంభించాం. അങ്ങനെ അവർ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് ചെറിയൊരു ഷെഡ് കെട്ടി അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. ప్రారంభించినప్పుడే 5 మంది బాప్తిసం పొందారు. ആ ആരാധന തുടങ്ങിയപ്പോൾ തന്നെ 5 പേരവിടെ സ്നാനപ്പെടുവാനിടയായി തീർന്നു. ఎవరు బాప్తిసం పొందారంటే, ആരാണ് ഈ രക്ഷിക്കപ്പെട്ടതെന്നറിയാവോ? మా తండ్రి వాళ్ళ అమ్మ, എൻ്റെ അച്ഛൻ്റെ അമ്മ, వాళ్ళ చెల్లెలు, അവരുടെ സഹോദരിമാർ, వాళ్ళ అమ్మ, അവരുടെ അമ്മ, అంటే మా నాన్న వాళ్ళ అవ్వ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പിന്നെ അവ అంటే എങ്ക പാട്ടി మా అవ్వ వాళ్ళ అమ్మ, അതായത് അമ്മായിയമ്മയാണോ? അമ്മായിയമ്മ ഇവരെയൊക്കെയാണ് അന്ന് സ്നാനപ്പെട്ടത്. ఇంకా వాళ్ళ కుటుంబస్తులకు అందరూ కలిపి ఒక 5 మంది. അങ്ങനെ ആ കുടുംബത്തിൽ തന്നെയുള്ള ഒരു 5 പേരാണ് ഇങ്ങനെ സഭയിൽ സ്നാനപ്പെട്ടത്. ఇప్పుడు నాన్నగారు సుమారు ఒక 350 మంది సేవకుల దగ్గర వారికి పరిచర్య చేసి సంఘ పరిచర్ని నేర్చుకున్నాడు. ഇപ്പോൾ ഒരു 350ഓളം ദൈവദാസന്മാരുടെ അരികിൽ കടന്നു പോവുകയും ആ വചനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്ത് ഈ വിസ്താരമായിട്ട് ദൈവത്തിൻ്റെ വേല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ఆయన పాస్టర్ కాదు, సంఘం పెట్టాడు కానీ పాస్టర్గా లేదు. ചർച്ച തുടങ്ങിയെങ്കിലും അദ്ദേഹം പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയല്ല. ఆయన నడిపిస్తాడు, అందరి దగ్గర నేర్చుకుంటాడు, ఇతర సేవకుల్ని తెప్పించి వాక్యం చెప్పిస్తాడు చర్చ్. അദ്ദേഹം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഭ സ്ഥാപിച്ചെങ്കിലും, സഭകൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും മറ്റ് ദേവദാസന്മാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ശുശ്രൂഷകൾ ചെയ്യുകയും അദ്ദേഹം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു ദേവദാസൻ എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ട് చాలా మీటింగ్స్ పెట్టేవాళ్ళం, വളരെ അധികം മീറ്റിങ്ങുകൾ നടത്തി. ఇలా చేస్తూనే
అనేక ఈ చుట్టుపక్కల ఉన్న గ్రామాల్లో సువార్తని ప్రకటించి అనేక మంది ఆత్మలు దేవుడు రక్షించి సంఘంలో చేర్చాడు. సంఘం విస్తరించింది. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ അനേക ഗ്രാമങ്ങളിലേക്ക് ഈ സുവിശേഷം അറിയിക്കപ്പെടുകയും അനേകം രക്ഷിക്കപ്പെടുകയും ചെയ്ത് ഈ റേനികൊണ്ടയ്ക്ക് സമീപമുള്ള ധാരാളം ഗ്രാമങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അവ പ്രാരംഭിക്കുകയും അതുപോലെ തന്നെ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരികയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. కొన్ని సంవత్సరాలు అయిన తర్వాత കുറച്ചു കാലം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ఆ పెద్ద సేవకులు నాన్నగారిని సేవకుడుగా అభిషేకించారు. ആ സീനിയർ ആയിട്ടുള്ള ദേവദാസന്മാർ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു ദേവദാസനായി ഒരു പാസ്റ്ററായിട്ട് അഭിഷേകം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. నేను నా తండ్రిని చూస్తూ పెరిగాను కదా. അതായത് ഈ ദേവദാസൻ ഡേവിഡ് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കണ്ടുകൊണ്ട് പിതാവ് ചെയ്ത പ്രവർത്തനങ്ങളെ പിതാവിൻ്റെ മോഡൽ കൃത്യമായിട്ടും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് വന്നിരുന്നത്. నాకు కూడా దేవుని సేవ చేయాలని ఆశ. ആ പിതാവിൻ്റെ ആ ഒരു ദൈവികമായ ശുശ്രൂഷയിലേക്കുള്ള കടന്നുവരവിനെ വളരെ ചെറുപ്പം മുതൽ തന്നെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ദേവദാസനും ആ പിതാവിൻ്റെ പാതകൾ പിന്തുടരണം, ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ള അതിയായിട്ടുള്ളൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. చిన్నప్పటి నుంచి కూడా మా నాన్న మాకు నేర్పించేది, ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അവർക്ക് പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, బైబిల్ చదవాలి, നമ്മൾ ബൈബിൾ വായിക്കണം, ప్రార్థన చేయాలి, പ്രാർത്ഥിക്കണം, మీరు పెద్దోళ్ళయ్యి നിങ്ങൾ വലിയവരായതിനു ശേഷം దేవుని సేవ చేయాలని നിങ്ങൾ నేర్పించేవారు. ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നാണ് അവരെ പഠിപ്പിച്ചത്. ఇలా ఉండగా ഇങ്ങനെ ഇരിക്കുമ്പോൾ మనము బైబిల్లో చదువుతున్నాం, దేవుడు కొన్ని అద్భుతాలు ఆది అపోస్తుల కాలంలో అపోస్తుల ద్వారా చేశాడని చదువుతున్నాం. അതായത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ആദിമ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരിലൂടെ ദൈവം വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ఎప్పుడు మేము చూసిందిలా ఈ తరంలో. എന്നാൽ ഇവരുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അപ്പോസ്തലന്മാർ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. కానీ చాలామంది అక్కడ అద్భుతాలు జరుగుతుంది, ఇక్కడ అద్భుతాలు జరుగుతుందని మీటింగ్కి వెళ్ళేవారు. എന്നാൽ പലപ്പോഴും പല കൂട്ടായ്മകളൊക്കെ നടക്കുമ്പോൾ, കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ അത്ഭുതം നടന്നു, ഇവിടെ അത്ഭുതം നടന്നൊക്കെ പറയാറുണ്ട്. దేవుడు మా తండ్రిని పరిశుద్ధాత్మతో అభిషేకించిన తర్వాత ദൈവം അവരുടെ പിതാവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തതിനു ശേഷം ఆయన్ని ప్రభువు బలంగా వాడుకున్నాడు. അങ്ങനെ ഒരു അഭിഷേകം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് വളരെ ബലത്തോടു കൂടി ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കാൻ ആരംഭിച്ചു. అపవాది చేత పీడిపబడిన వారు చాలా మంది విడిపించబడ్డారు. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ, പിശാച് ബാധിച്ചവർ അനേകര് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരികയും അവർക്കൊക്കെ വലിയ സൗഖ്യം കിട്ടുകയും ചെയ്യും. గుడ్డివారి కళ్ళు తెరవబడింది. അറിയാമോ, ഒരു കാര്യം പറയട്ടെ, കണ്ണിന് കാഴ്ചയില്ലാതെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ കണ്ണ് തുറക്കപ്പെട്ട് കാഴ്ചയുള്ളവരായി തീർന്നിട്ടുണ്ട്. గర్భం లేని వారు దేవుడు వారికి గర్భం മക്കളില്ലാത്ത, വിവാഹം കഴിച്ചിട്ട് ധാരാളം വർഷമായിട്ട് മക്കളില്ലാത്തവർ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൂടെ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ട് അവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. క్యాన్సర్ గడ్డల చేత ఇక బ్రతకరు అని డాక్టర్లు చెప్పినప్పుడు అయ్యగారు ప్రార్థన చేయడం ద్వారా దేవుడు వారిని స్వస్థపరిచి వారి గడ్డలు కూడా పగిలిపోయి ఆ రక్తమంతా ప్రజలు చూశారు. അതായത് ക്യാൻസറിനാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നതിന് ശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അവർക്ക് സൗഖ്യമായിട്ടുണ്ട്. അത് ജനങ്ങൾ കണ്ടിട്ടുമുണ്ട്. నా సొంత కళ్ళతో చావ సిద్ధమై ఉన్నవారు, చనిపోయిన వారిని కూడా దేవుడు అయ్యగారి యొక్క ప్రార్థన ద్వారా లేపేది నేను చూశాను. അതായത് മരണാസന്നരായിട്ട് കിടന്നിട്ടുള്ള പലരും ദേവദാസന്റെ പ്രാർത്ഥനയിൽ ദൈവം അവർക്ക് ആയുസ് തിരിച്ചു കൊടുത്ത് അവർ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി നല്ലൊരു ജീവിതം നയിക്കുന്നത് തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ఇది మాత్రం కాకుండా അത് മാത്രമല്ല, ఒక మామిడి తోపులో ഒരു മാന്തോട്ടത്തിൽ కొన్ని వేల మంది, ఫస్ట్ కొంతమందితో ప్రారంభించాం 5 రోజులు ఉపవాస ప్రార్థన. അതായത് ഒരു മാവിൻ തോട്ടത്തിൽ പിന്നെ 5 എన్ని రోజులు ఉపవాస ప్రార్థన, 5 days ఫాస్టింగ్, ഒരു 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. രാത്രിയും പകലുമായി కొద్ది మందితో ప్రారంభించాం. വളരെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് തുടങ്ങിയത്. అనేక మంది అయిపోయారు. എന്നാൽ അത് വലിയൊരു ജനപ്രവാഹമായി മാറി. అక్కడ కూడుకొని చేసిన ప్రతి ప్రార్థనకి దేవుడు జవాబిచ్చాడు. അവരവിടെ കൂടി ചെയ്ത ഓരോ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകി. ఇలా ఉండగా ప్రజలు ఎక్కువ మంది గ్రామాల నుండి, పట్టణాల నుండి సంఘానికి వచ్చేవారు. അങ്ങനെ സംഭവിച്ചപ്പോൾ, അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ഗ്രാമത്തിലുണ്ടായിരുന്ന ജനങ്ങൾ എല്ലാവരും കൂടി പലരും ഈ കാര്യത്തിൽ വിശ്വസിച്ച്
ആ സഭയിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. സംഘം സരിപ്പോയേది కాదు. അങ്ങനെ ഒരു ചെറിയ ഷെഡിൽ ഉണ്ടായിരുന്ന ഒരു ആരാധന അവിടെ സ്ഥലം ഇല്ലാതെ, സ്ഥലം തികഞ്ഞില്ല. ఇలా ఉండగా അങ്ങനെ ഇരിക്കുമ്പോൾ ఇప్పుడు ఒక్కొక్క గ్రామం నుండి ప్రజలు ప్రతి వారం వచ్చిపోవడానికి ఇబ్బందిగా ఉందని వాళ్ళ గ్రామంలోనే పోయి అక్కడే బాడుగ ఇళ్ళు తీసుకొని అక్కడే సంఘాన్ని ప్రారంభించడం జరిగింది. ഓരോരോ ഗ്രാമങ്ങളിൽ നിന്നും ഇവിടേക്ക് ജനങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായി തീർന്നുകൊണ്ട് അവരവരുടെ ഗ്രാമങ്ങളിൽ നിന്നും വരുന്നവർക്ക് വേണ്ടി ഓരോ ഗ്രാമങ്ങളിൽ ആരാധനകൾ ആരംഭിക്കുവാൻ കഴിഞ്ഞു. ఇక్కడ కొంతమంది నాన్నగారి యొక్క ఆశ్రయం కోరి వచ్చిన వారికి, അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹായം തേടി വന്ന പലർക്കും അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട്. వారికి సహాయం చేసి వారిని సేవకులుగా తీర్చిదిద్ది వారిని ఆర్డినేషన్ చేసి సొంత డబ్బులతో వారికి వివాహం చేసి వారిని ఒక్కొక్క చోట గ్రామాల్లో సంఘాలు నిర్మించి సంఘం కట్టి వారిని పాస్టర్గా పెట్టి ఆ విశ్వాసం వారికి అప్పగించాడు. അതായത് ഒരു കാര്യം ചെയ്ത് അറിയാമോ, എന്താണെന്നറിയാമോ? അദ്ദേഹം ദൈവവേല ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരെ ഈ ചർച്ചിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇവിടെ താമസിപ്പിച്ച് ബൈബിൾ ക്ലാസ്സുകൾ ചെയ്ത് അവർക്ക് ഓർഡിനേഷൻ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഓരോരോ ഗ്രാമങ്ങളിൽ അവരെ ദൈവത്തിൻ്റെ പ്രവർത്തകരായി, ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് നിയമിച്ചു. అనేక సంఘాలు స్థాపించబడ్డాయి. ഒരുപാട് സഭകൾ സ്ഥാപിച്ചു. కొన్ని గ్రామాలైతే గ్రామాలు క్రైస్తవ గ్రామాలుగా మారిపోయింది. ഒരു കാര്യം പറയട്ടെ, വളരെ അത്ഭുതകരമായിട്ട് തന്നെ പറയട്ടെ, ചില ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്ന കാഴ്ച, ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ പൂർണ്ണമായിട്ടും യേശുവിനെ വിശ്വസിക്കുന്നവരായി തീർന്ന ചരിത്രങ്ങൾ പോലെ ഉണ്ട്. ఇవన్నీ చూసేటప్పుడు నాకు ఆశ, నేను కూడా నా తండ్రి వాళ్ళ సేవ చేయాలి. അങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഡേവിഡ് ബ്രദറിനും കൂടെ ഒരു താല്പര്യം ഉണ്ടായി. ഞാനും ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായി. నేను బైబిల్ కాలేజ్ చదువుకున్నాను. അദ്ദേഹം బైబిൾ കോളേജിൽ పోయి പഠനം ചെയ്തു. బైబిల్ కాలేజ్ చదువుకున్న తర్వాత ఒక 2-3 బ్రాంచ్ సంఘాల్లో నేను సేవ చేశాను. ആ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്നതിന് ശേഷമായിട്ട് 2-3 ബ്രാഞ്ചുകളിൽ കർത്താവിൻ്റെ വേല ചെയ്തു. సంఘాలు స్థాపించాను. ചില സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു. ఆత్మను రక్షించాను. ആത്മാക്കളെ അദ്ദേഹം രക്ഷിച്ചു. నాన్నగారు మెయిన్ చర్చిని చూసుకొని చుండగా, അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ പ്രധാനപ്പെട്ട ഈ കേന്ദ്ര സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ నేను బ్రాంచ్ సంఘాలు చూసుకుంటూ నాన్నగారికి సహాయపడుతూ ఉన్నాను. ഈ അച്ഛനെ സഹായിച്ചുകൊണ്ട് ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നടത്തിയിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം അദ്ദേഹം കൊടുത്തിരുന്നു. ఇప్పుడు సుమారు 40-50 సంఘాలు స్థాపించబడ్డాయి. సేవకులు ఉన్నారు. వాళ్ళకి పోషణం ఎలా? അതായത് ഒരു 10-40-50ഓളം സഭകൾ അവർ സ്ഥാപിച്ചുവെങ്കിലും ഇതിനകത്തുണ്ടാകുന്നൊരു പ്രശ്നം സാമ്പത്തികമായിട്ടൊരു പ്രശ്നമാണ്. അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം വേണം, അവരുടെ കുട്ടികൾ പഠിക്കേണ്ടത് ആവശ്യമാണ്, വസ്ത്രം വേണം, വാടക കൊടുക്കണം. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ അവരുടെ ഇടയിലേക്ക്, വലിയ ചോദ്യങ്ങൾ, ആവശ്യങ്ങൾ അവർക്കുണ്ടായി. మన సంఘానికి వచ్చే ఆత్మలందరూ పేదవాళ్ళు, గ్రామస్తులు. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സഭയിലേക്ക് വന്നവരെല്ലാം പണമുള്ളവരല്ല, അവരെല്ലാം വളരെ പാവപ്പെട്ടവരാണ്. నాన్నగారు రైల్వేలో డ్రైవర్గా పనిచేయడం ద్వారా వచ్చే జీతాన్ని ఈ సేవకులకి సహాయపడుతూ, അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിൻ്റെ പിതാവ് റെയിൽവേയിലൊരു ഡ്രൈവറായിരുന്നു. ആ ലഭിക്കുന്ന ആ ഒരു വരുമാനം, അല്ലെങ്കിൽ ഒരു ആദായം, അല്ലെങ്കിൽ ആ ശമ്പളം ഈ ദേവദാസന്മാർക്ക് പകുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം മുൻപോട്ട് പോവുകയായിരുന്നു. ముఖ్యంగా പ്രധാനമായിട്ടും ఆ సేవకులకి డబ్బులు జీతం ఇవ్వలేని స్థితిలో తన వాచ్, తన ఇంట్లో ఉన్న మిక్సీ, గ్రైండరు, బిందులు అడుమానం పెట్టి వారికి జీతం ఇచ్చేవాడు. അതായത് ഓരോ സാഹചര്യങ്ങളിൽ ഈ ദേവദാസന്മാർക്ക് പണം കൊടുക്കുവാനില്ലാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാച്ച് പണയം വെച്ച്, അതുപോലെ തന്നെ ഈ കുടങ്ങൾ, വെള്ളി, പിന്നെ ചെമ്പ് കുടങ്ങൾ, അതുപോലെ മിക്സി, ഇതൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് ഒരുപക്ഷെ പൈസ വാങ്ങിച്ചിട്ട് ഈ ദേവദാസന്മാർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ఇలా సేవ చేస్తుండగా ప్రభువు ఈ సేవని విస్తరింపజేశాడు. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിന് വേണ്ടി നിന്നപ്പോൾ ദൈവം ഈ ശുശ്രൂഷയെ വലുതാക്കി തീർത്തു. నాన్నగారిని దేవుడు బలంగా వాడుకున్నాడు. അപ്പോൾ വളരെ శക്തമായിട്ട് ദൈവം അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉപയോഗിക്കാൻ തുടങ്ങി. దేవుడు విదేశాలకు తీసుకుపోవడానికి వేరొక సహోదరు ద్వారా വിദേശాలు ബഹ്റൈൻ తీసుకుపోవడానికి నాన్నగారిని ఆహ్వానించారు. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ചിലർ ആഹ്വാനം ചെയ്ത് ബഹ്റിനിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. నాన్నగారు ఉద్యోగాన్ని లీవ్ పెట్టారు. അദ്ദേഹം തൻ്റെ റെയിൽവേയിലെ ഡ്രൈവറായിട്ടുള്ള ജോലിക്ക് കുറച്ച് നാൾ ലീവ് എഴുതി കൊടുത്തു. 3 నెలలు లీవ్ పెట్టారు. 3 മാസത്തെ ലീവ് എഴുതി കൊടുത്തു. 3 నెలల వరకు వీసా రాలా. 3 മാസത്തേക്കുള്ള വിസ, 3 മാസത്തിനുള്ളിൽ വിസ വന്നില്ല. డ్యూటీకి జాయిన్ అవ్వాలి. ഇപ്പോൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. వీసా వచ్చింది. അപ്പോൾ വിസ വന്നു. ఇంకా డ్యూటీకి వెళ్ళాలి. തീർച്ചയായിട്ടും ജോലിയിൽ പ്രവേശിച്ചേ മതിയാവുള്ളൂ. ఈ 3 నెలలు జీతం లేదు. ഈ 3 മാസം ശമ്പളമില്ല. సేవకులకి జీతం ఇవ్వాలి. അതായത് ഈ പിന്നെ బాడుగులు కట్టాలి. ദേവദാസന്മാർക്ക്
പൈസ കൊടുക്കണം, അതുപോലെ തന്നെ ఈ పలిశ అడగడం, పరిచర్య చేయాలి, దైవത്തിന്റെ వేల చేయడం. ఒక అద్భుతమైన విషయం ఏంటంటే ఈ సంఘంలో ఉన్న పరిచర్య ప్రతిరోజు సాయంత్రం సుమారు 30 నుండి 40 60 మంది నడిచి 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 గ్రామాలకు వెళ్ళి సువార్త ప్రకటించాలి. అదిదా డ్యూటీ. അതായത് ഈ സഭകളിലുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അല്ലെങ്കിൽ ഒരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30-40 പേര് ഓരോരോ ഗ്രാമങ്ങളിലും നടന്നുപോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഈ സഭകളുടെ ഒരു തീരുമാനമാണ്. അത് അങ്ങനെ ചെയ്തിരിക്കണം എല്ലാ ദിവസവും. సువార్త జరుగుతుంది, ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നു. అన్నిటికీ డబ్బు కావాలి, എല്ലാത്തിനും పണം ఆവശ്యമാണല്ലോ. ఇప్పుడు నాన్నగారు ఊరు వెళ్ళారు బహ్రెయిన్. ഇപ്പോൾ പിതാവ് బహ్రెయిన్ലേക്ക് పోయి బహ్రెయిన్లో సువార్త సాక్ష్యము సువార్త సేవ చేస్తున్నప్పుడు ബഹ്റിനിലോ ഇങ്ങനെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ఇక్కడ భయంకరమైన వర్షం పడింది. ഇവിടെ ഭയങ്കരമായിട്ടുള്ള മഴ പെയ്തിട്ട് మా ఊర్లో ഈ ഗ്രാമത്തിൽ വലിയ മഴ പെയ്ത് ఇల్లు కూలిపోయింది, పూరిల్లు కూలిపోయింది, അതായത് ആ ചെറിയ പിന്നെ ഷെഡും വീടും എല്ലാം ഒലിച്ചുപോയി, చర్చ్ కూడా కూలిపోయింది. ആ ചർച്ചും പോയി. ఇక మేమందరం నీళ్ళల్లో నిలబడి ఉన్నాం. ഇപ്പൊ മഴയിൽ വെള്ളത്തിന്റെ നടുക്കാണ് ഇവരെല്ലാം നിൽക്കുന്നത്. కరెంట్ లేదు, കറണ്ട് ഇല്ല, ఫోన్ లేదు, ഫോണില്ല, చాలా కష్టమైన పరిస్థితి. വളരെ కష్టപ്പെടുന്ന ഒരു സാഹചര്യം. అక్కడ నాన్న సేవ చేస్తున్నాడు. അവിടെ സാക്ഷ്യം പറയുക, അവിടെ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ബഹ്റിനിൽ. మా నాన్నగారికి ఉన్న ఒక గొప్ప అలవాటు ఏంటంటే അദ്ദേഹത്തിന്റെ പിതാവിനുണ്ടായിരുന്ന ഒരു വലിയ പിന്നെ ശീലം എന്താന്ന് വെച്ചാൽ తన దగ్గర ఏమున్నా ఇచ్చేస్తాడు పేదవాళ్ళకి. അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. ఆయన ఎంచడు, ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും വെക്കത്തില്ല. తన దగ్గరికి సహాయం అని కోరి వస్తే వారికి సహాయపడతాడు. ആര് സഹായം ചോദിച്ചു വന്നാലും അവർക്ക് സഹായം ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ ఆ പിതാവ്. బహ్రెయిన్లో వాక్య పరిచర్య చేస్తుండగా അവിടെ ബഹ്റിനില് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ఒక సంఘములో కానుకిచ్చారు ఆయనకి. ഒരു സഭയിൽ അദ്ദേഹത്തിന് സ്തോത്രകാഴ്ച കൊടുത്തു. అదే సంఘంలో ఇంకొకరు లేచి మా పాపకి వివాహం జరుగుతుంది, దాని కొరకు ప్రార్థన చేయండి, డబ్బు లేదని ఒక విశ్వాసి చెప్పాడు. അതേസമയം തന്നെ ആ സഭയിൽ ഒരാൾ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണമാണ്, ആ മകളുടെ കല്യാണത്തിന് കൊടുക്കാൻ പണമില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ఈ డబ్బుని ఎత్తుకొని పోయి అయ్యగారు ఆయనకి ఇచ్చేశాడు. ആ പാസ്റ്റർ എന്ത് ചെയ്യുന്നറിയാമോ, ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ നടക്കുമ്പോൾ തന്നെ ആ പണം കൊണ്ടുവന്ന് ആ സഹോദരി കൊടുത്തിട്ട് പറഞ്ഞു, മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താൻ പറഞ്ഞു. తనకు తెలియదు అది ఎంత డబ్బులని. അത് എത്ര രൂപ ഉണ്ടെന്ന് പോലും അറിയില്ല. మరుసట వారం ఆయన సాక్ష్యం చెప్పాడు అదే చర్చిలో. ആ അടുത്ത ആഴ്ച അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, దేవుడు ఈ సేవకుని ద్వారా కొంత డబ్బులు మాకు ఇచ్చారు, మా కూతురికి పెళ్లి జరిగిందని. അപ്പോൾ അദ്ദേഹം സാക്ഷ്യം എന്താ പറഞ്ഞറിയാമോ, ദൈവദാസനിലൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു, ഈ ദൈവദാസൻ ഞങ്ങൾക്ക് കുറച്ച് പണം തന്നതുകൊണ്ട് എൻ്റെ മകളുടെ വിവാഹം നടന്നു എന്നൊരാൾ സാക്ഷ്യം പറയാം. సుమారు కొన్ని వేలలు ఉంటాయి, వేలు. അതായത് ആയിരക്കണക്കിന് രൂപ അതുണ്ടായിരുന്നു. ఇక్కడ సంఘం ఉంది, ఇక్కడ ప్రజలు ఉన్నారు, ఇక్కడ భోజనం లేదు, అయినా ఆయన అక్కడ ఉన్న వారికి సహాయం చేసి. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ വീടില്ല, എല്ലാം ഒലിച്ചുപോയി, ഇവിടെ ദേവദാസന്മാർക്ക് ചെലവഴിക്കാൻ പണമില്ല, ഒന്നും തന്നെയില്ല, ഭക്ഷണമില്ല. എങ്കിലും അവിടെ ഒരു മകളുടെ വിവാഹം നടത്തണമെന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ആ പണം അത് പൂഴ്ത്തി വെക്കാതെ, അത് കേട്ടില്ലെന്ന് നടിക്കാതെ അതെന്ത് ചെയ്യുന്നറിയാമോ, അവിടുത്തെ ആ മകൾക്ക് വേണ്ടി കൊടുക്കുവാൻ ഇടയായി തീർന്നു. నాన్నగారు ఆ రోజు రాత్రి దేవుని సన్నిధిలో ప్రార్థిస్తుండగా ആ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ దేవుడు దర్శనమై ദൈവം ഒരു വലിയ ദർശനം കൊടുത്തു. ఉద్యోగాన్ని విడిచిపెట్టమని అన్నాడు. ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നിനക്കുള്ള ആ ജോലി നീ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. దేవుని సేవ పూర్తిగా പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ വേല ചെയ്യാൻ പറഞ്ഞു. అలా చెప్పాడు. അങ്ങനെ പറഞ്ഞു. ఇప్పుడు నాన్నగారు నాతో మాట్లాడుతున్నాడు. ഇപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ప్రభు ఇలా మాట్లాడుతున్నాడు, సేవ చేయాలి, ఉద్యోగాన్ని రాజీనామా చేయాలని చెబుతున్నాడు. അത് അതിൻ്റെ പിതാവ് ഈ പിന്നെ ഡേവിഡ് സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഈ ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നാണ് എന്നോട് പറയുന്നത്. మేము మా నాన్నతో చెప్పేసాం ఉద్యోగాన్ని విడిచిపెట్టు. അപ്പോൾ ഇവർ മക്കളും എല്ലാം കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവേ ഒരു കാര്യം ചെയ്യുക, ഈ ജോലി നീ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു. ఫోన్ పెట్టేశాం, ഫോൺ വെച്ചു, మేమందరం కూర్చొని ఏడ్చాం. എല്ലാവരും കൂടി ഇരുന്ന് കരഞ്ഞു. నాన్న ఉద్యోగం వదిలేస్తే, ആ പിതാവ് ശരിക്കും ആ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ మనకి ఇల్లు లేదు, നമുക്കൊരു വീടില്ല, చర్చి సేవకుల్ని ఎలా పోషించేది, ഈ ദേവദാസന്മാരെ എങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ളത്. మేము కంబైన్ ఫ్యామిలీ, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. నాన్న సంపాదిస్తేనే అందరికి భోజనం. അതായത് ആ പിതാവ് എന്തെങ്കിലും പൈസ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുള്ളൂ. ఒక రోజుకి సేవకి పరిచర్కి డబ్బు కావాలి.
ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ വേലയോടെ നടക്കണമെങ്കിൽ എന്താണ്? പൈസ ആവശ്യമാണ്. చాలామంది సేవకులు నాన్నగారితో చెప్పారు, నువ్వు ఉద్యోగం వదిలే. ఆంధ్రప్రదేశ్లో పెద్ద సేవకులు ఏసన్న గారు, పెద్ద పెద్ద సేవకులు ఉద్యోగం రాజీనామా చేయమన్నారు, కానీ నాన్న చేయలేదు. ഇനി ആന്ധ്രാപ്രദേശിലോ പ്രഗത്ഭരായിരിക്കുന്ന ഏസന്ന എന്ന് പറയുന്ന ആ ദേവദാസ് ഉൾപ്പെട്ടവർ നിന്റെ ഈ ജോലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിലും പിതാവ് ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ప్రభు చెప్పగానే പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ ఉద్యోగాన్ని రాజీనామా చేసి ആ ജോലി അദ്ദേഹം റിസൈൻ ചെയ്തു. మా నాన్నగారి దగ్గరికి അത് പിതാവിൻ്റെ അരികിലേക്ക് అనేక మంది ఎమ్మెల్యేలు, ఎంపీలు, జిఎం, రైల్వే జిఎంలు కూడా వస్తారు. അതായത് MLA-മാര്, MP-മാര്, റെയിൽവേ ജനറൽ മാനേജർ കൂടെ വരുമായിരുന്നു. ఆయన కూడా చెప్పాడు ఉద్యోగం వదిలిపెట్టొద్దని. അവരും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഈ ജോലി കളയരുതെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. ఎందుకంటే ఎక్కువ జీతం, రైల్వే డ్రైవర్. എന്നാൽ റെയിൽവേ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമുള്ളൊരു ജോലിയായിരുന്നു. ప్రభు చెప్పాడు విడిచిపెడతా. പക്ഷേ ദൈവം പറഞ്ഞു നീ ആ ജോലി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. తనకు ఉన్నదంతా ఇచ్చేసాడు పేదవాళ్ళు. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മുഴുവൻ പാവപ്പെട്ടവർ കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. సొంత ఇల్లు లేదు, അതായത് സ്വന്തമായിട്ട് ഒരു വീടില്ല, మంచి చర్చి లేదు, ഒരു നല്ല സഭയില്ല, కానీ సేవ మాత్రం ఆపలేదు. പക്ഷേ ഒരു പ്രവർത്തനങ്ങളെയും അദ്ദേഹം നിർത്തിയില്ല. ఇలా ఉండగా ഇങ്ങനെ ഇരിക്കുമ്പോൾ దేవుడు ఈ స్థలాన్ని, ఇది ఒక 5 ఎకరాల్లో మేము స్థాపించాం. അതായത് ഈ ഒരു സ്ഥലം ഇതൊരു 5 ഏക്കറാണ്. ఇక్కడ దేవుడు తనకి జెరూసలేం ప్రేయర్ టవర్ అనేది ఒకటి పెట్టాలి, ఇటు పోయే వాళ్ళందరూ అక్కడ వచ్చి ప్రార్థన చేసి విడిపించబడాలని ఆశ కలిగింది. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവം കൊടുത്ത ദർശനമാണ് ജെറുസലേം പ്രയർ ടവർ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രം സ്ഥാപിക്കുകയും അത് കാണുന്നവർ ദൈവത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് പോകണമെന്നുള്ളൊരു രക്ഷയെക്കുറിച്ച് അറിയണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ఇక్కడ ఒక జెరూసలేం ప్రేయర్ టవర్ కట్టాం. ഇവിടെ ഒരു ജെറുസലേം പ്രയർ ടവർ ഇതിന്റെ പിന്നിലുണ്ട്. బైబిల్ స్కూల్ కట్టాం. ഒരു బైబిల్ స్కూల్ ആരംഭിച്ചിട്ടുണ്ട്. చర్చ్, పెద్ద చర్చ్ కట్టాం. ഒരു വലിയ ചർച്ച് ഇവിടെ നിർമ്മിച്ചു. ఈ చర్చి నిర్మించక ముందు వర్గీస్ అయ్య గారు అమెరికా నుండి, జేవి పీటర్ గారు, వీరందరూ కూడా, బినయ్ సార్, వీళ్ళందరూ కూడా చర్చి కట్టక ముందు ఇక్కడికి వచ్చారు. അതായത് ഇങ്ങനെ ഒരു സഭ ഇവിടെ പണിയുന്നതിന് മുമ്പായിട്ടാണ് അമേരിക്കയിൽ നിന്നും വർഗീസ് അച്ചായന്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന സുവിശേഷ സംഗീതജ്ഞനായിട്ടുള്ള ജെ.വി. പീറ്റർ സാറ്, അതുപോലെ തന്നെ ഹൈദരാബാദിലുള്ള ബിനോയ് സാറൊക്കെ അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള ദേവദാസന്മാർ ഇവിടെ വരാനിടയായി ఇక్కడికి వచ్చారు, ഇവിടെ വന്നു, ప్రార్థించారు. ഇവിടെ మాతో పాటు అనేక సేవకులు వచ్చారు, కలుసుకున్నారు. വളരെ സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ വന്നു. దాని తర్వాత ఇక్కడ పెద్ద ఒక 1000 మందికి పైన కూర్చునే ఒక మందిరాన్ని కట్టడం. അതിനുശേഷമായിട്ട് 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു മന്ദിരം, ഒരു ആലയം ഇവിടെ ഉണ്ടാക്കി. తర్వాత ఆయనకి ఆశ కలిగింది, ఒక బెతస్తా కోనేరు కట్టాలని ఆశ కలిగింది. അതായത് അതിനുശേഷമായിട്ട് ബെതസ്ത കുളം എന്ന് പറയുന്ന പേരിൽ ആ ഒരു കോൺസെപ്റ്റിൽ ഒരു കുളം നിർമ്മിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി. ఉద్యోగం రాజీనామా చేసిన తర్వాత దేవుడు అనేక దేశాలకి విదేశాలకి అతన్ని దేవుడు తీసుకొని పోయాడు. അതായത് ഉദ്യോഗത്തിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമായിട്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക്, അമേരിക്ക അടക്കമുള്ള അനേക രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തെ ദൈവം അയച്ചു. ఇలా ఉండగా ഇങ്ങനെ ഇരിക്കുമ്പോൾ చివరి దినాల్లో, ആ അവസാനത്തെ ദിവസങ്ങളിൽ, కరోనా టైంలో, ആ കോവിഡ് വന്ന സമയത്ത് చాలామంది సేవకులు 3 పూట్ల తినడానికి వాళ్ళకి సహాయం లేకుండా, അതായത് ഈ കൊറോണ സമയത്ത് 3 നേരത്തെ ആഹാരം കഴിക്കുവാൻ വേണ്ടി ജനങ്ങൾ, ദേവദാസന്മാർ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. దేవుని మహాకృపను బట్టి, പക്ഷെ ദൈവത്തിന്റെ మహాകൃപയാൽ అనేక మంది సేవకులకి, ധാരാളം ദൈവമക്കളെ, అనేక గ్రామాల్లో ఉన్న ప్రజలకు, ഒരുപാട് ഗ്രാമങ്ങളിലുള്ള ദൈവമക്കൾക്ക് ఒక నెల భోంచేసేటట్టుగా 3 నెలలు వారిని పోషణ వారికి కలుగజేయడం. അതായത് 3 മാസങ്ങളിൽ അവർ കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ദൈവം പ്രിയപ്പെട്ട ദേവദാസനെ ഇടയാക്കി തീർത്തു. ఇలా ఉండగా 2వ వేవ్ కరోనా వచ్చింది. അതിനുശേഷമായിട്ട് 2ാമത്തെ പ്രാവശ്യവും കോവിഡ് വന്നു. నాన్నగారు గుంటూరులో వాక్య పరిచయ కొరకు వెళ్ళారు. ആ സമയത്ത് ഗുണ്ടൂരിൽ അദ്ദേഹം ദൈവത്തിന്റെ വചനം അറിയിക്കുവാൻ വേണ്ടി കടന്നുപോയി. అక్కడ అనారోగ్యై, അവിടെ പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടു. దేవుని పరిచర్ని చేస్తూ ആ ദൈവത്തിന്റെ വേലയിൽ ഉറച്ചു നിന്നപ്പോൾ తన తుది శ్వాసని అక్కడే విడిచారు. ആ ഗുണ്ടൂരിൽ, ഇവിടെ നിന്നും ഗുണ്ടൂരിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 300-350 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ദൂരത്തിൽ വെച്ച് ആ ശുശ്രൂഷയിൽ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം അവിടെ വെച്ച് തൻ്റെ അവസാനത്തെ ശ്വാസവും വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ఎప్పుడు ఆయనకు ఒక ఆశ ఉండేది, എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, నేను దేవుని పరిచర్లోనే చనిపోవాలి అని. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അവസാനത്തെ ശ്വാസവും ഉപേക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായി. అలాగే చనిపోయారు. അങ്ങനെ തന്നെയാണ് తీసుకొచ్చి ఇక్కడ భూస్థాపన చేశాం. അതായത് ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹത്തെ ഇവിടെ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. ఇప్పుడు ఈ యొక్క గొప్ప అంటే పెద్ద సంఘాన్ని, ഈ ഒരു വലിയ ചർച്ചിനെ
దేవుని కృపను బట్టి ఆ రోజు నుంచి ఈ రోజు వరకు నేను నడిపిస్తూ ఉన్నాను. അദ്ദേഹം മരിച്ചുപോയ ആ സമയം മുതൽ ഈ സമയം വരെ പ്രിയപ്പെട്ട സഹോദരൻ പാസ്റ്റർ ഡേവിഡ് ആണ് ഇപ്പോൾ ഈ ഒരു സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. చాలా అద్భుతాలు జరుగుతున్నాయి. വളരെ അത്ഭുതങ്ങളാണ് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. గర్భము 15 ఏండ్లు 25 ఏండ్లు గర్భము అంటే వివాహమై బిడ్డలు లేని వారికి ఇక్కడ ప్రార్థించగా దేవుడు వారికి బిడ్డని అనుగ్రహిస్తూ ఉన్నాడు. വിവാഹം കഴിഞ്ഞ് പിന്നെ 10-15 വർഷമായിട്ട് പിന്നെ കുട്ടികളില്ലാത്തവർക്ക് പ്രാർത്ഥനയിലൂടെ ഇവിടെ വന്നതിന് ശേഷമായിട്ട് അവർക്ക് കുട്ടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. అనేక దయ్యపు చేత పీడింపబడిన వారు విడిపించబడుతున్నారు. അതായത് സാത്താൻ ബാധിച്ച് അനേകരെ ഇവിടെ കഷ്ടം അനുഭവിക്കുമ്പോൾ ഭൂതഗ്രസ്തരായിട്ട് അനേകരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരിവിടെ കൊണ്ടുവന്നിട്ട് ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. కోమా స్టేజ్లో ఇక మరణిస్తారని మంచాల పైన మోసుకొని వస్తున్నవారిని దేవుడు స్వస్థపరుస్తూ അതായത് മരണത്തിന് താഴ്വരയിലേക്ക് പോയി ഇപ്പോൾ മരിക്കുന്ന അവസ്ഥയിലുള്ളവരെ ഇവിടെ കട്ടിലിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. దేవుని మహాకృపను బట్టి എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ വലിയ കൃപ അതൊന്നും മാത്രമാണ്. దేవుడు అనేక పరిశుద్ధుల యొక్క ప్రార్థన బట్టి సంఘం యొక్క విశ్వాసుల ప్రార్థన బట్టి എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകരുടെ പ്രാർത്ഥന പരിശുദ്ധരായിരിക്കുന്നവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് ദൈവം വലിയ അത്ഭുതങ്ങൾ ഈ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. దేవుని కృపను బట్టి అద్భుతాలు ఆశ్చర్యకార్యాలు దేవుడు చేస్తూ మేము ఈ పరిచర్ని ముందుకు సాగుతూ ఉన్నాం. ദൈവത്തിന്റെ കൃപയാൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കൊണ്ട് ഈ സഭ വളരെ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ఇది మా పరిచర్య యొక్క అതാണ് ఆ శుశ్రూషയെക്കുറിച്ചുള്ള അവരുടെ ഒരു సాక్ష్యం എന്ന് പറയുന്നത്. ఇంకేమైనా చెప్తారా? అయ్యగారు మీరు మీ సాక్ష్యం బాగానే చెప్పారు. ഫ്യൂച്ചർ പ്ലാൻ, మీ ഫ്യൂച്ചർ വിഷൻ ఏంటి? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭാവി സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് നിങ്ങൾ ചെയ്യാൻ ആരംഭിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ദർശനം എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ఇక్కడ చాలా పెద్ద స్థలం మాకు ఉన్నది. ఇక్కడ ఒక పెద్ద చర్చ్ కట్టాలి. ఒక 3000 మంది పైగా కూర్చునే ఒక గొప్ప అంటే ఇది వచ్చి టెంపరవరీ షెడ్డుతోనే మనం వేసి ఉన్నాం. కానీ ఇక్కడ ఒక స్టాండర్డ్గా ఒక చర్చిని నిర్మించాలి. రాబోయే తరం వారు ఇక్కడ కూడుకొని ప్రభుని ఆరాధించాలి అన్నది ఒక ప్రధానమైన కోరిక. അതായത് ഇവിടെ ഒരു വലിയ സ്ഥലം ഉണ്ട്, 5 ഏക്കറോളം ഈ കോമ്പൗണ്ട് ഉണ്ട്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരു ചർച്ച്, വലിയൊരു ചർച്ച് ബിൽഡിംഗ്, ഒരു 3000 പേർക്ക് ഇരുന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയ ഒരു ചർച്ച് ഇവിടെ പണിയണമെന്ന് ആഗ്രഹമുണ്ട്. ఇంకా అవి కాకుండా അതല്ലാതെ എന്തെങ്കിലും? అలాగే ఈ వెనకాల ఒక వాటర్ కెనాల్ ఒకటి ట్రావెల్ అవుతుంది. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലൂടെ ഒരു വെള്ളം ഒഴുകുന്നൊരു കനാൽ കടന്നു പോകുന്നുണ്ട്. వర్షం వచ్చినప్పుడు మేము డౌన్లో ఉండడం వల్ల అది చర్చ్ అంతా మునిగిపోతుంది. ആ ഒരു കനാൽ ഇതിൻ്റെ സൈഡിൽ ഉള്ളത് കൊണ്ട് പിന്നെ മഴക്കാലമാകുമ്പോഴത്തേക്കും കനാൽ നിറഞ്ഞ് വെള്ളം ഇവിടേക്ക് വരികയും ഈ ചർച്ച് മുഴുവൻ പിന്നെ അതിനകത്ത് എന്താണ് മുങ്ങിപ്പോകുന്നൊരവസ്ഥ കാണാൻ കഴിയുന്നുണ്ട്. కనుక అక్కడంతా మనం ఒక వాటర్ రిటర్నింగ్ వాల్ నిర్మించాలి. അപ്പോൾ ഈ മഴക്കാലത്ത് അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരാതെ ആ കനാലിൻ്റെ അരികിൽ നിന്നും വാട്ടർ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക്, ആലയത്തിലേക്ക് വന്ന് കവിയാതെ നമ്മൾ അവിടെ ഒരു ഭിത്തി നിർമ്മിക്കേണ്ടത് വളരെ ആവശ്യമാണ്. అది మాత్రం కాకుండా రాబోయే రోజుల్లో ఈ పరిచర్ని ఇంకా అనేక ప్రాంతాలకు తీసుకొని వెళ్ళి అనేక మంది ఆత్మలకు సువార్త చెప్పి వాళ్ళందరినీ రక్షించాలన్నది ఒక్క కోరిక మాత్రమే. അത് തന്നെയല്ല, ഇനിയും ആ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതകാലത്ത് സംഭവിച്ച പോലെ അനേക ദൈവദാസന്മാരെ കൂട്ടി വില്ലേജുകളിലേക്ക് വീണ്ടും സുവിശേഷം സഭകൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വേല ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. దేవుడు నాకు ఇచ్చిన కృపను బట్టి ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കൃപയാൽ అనేక దేశాలకి విదేశాలకి వెళ్ళాను, వాక్య పరిచర్యలో వాడబడ్డాను. ప్రభు తన చిత్తానుసారంగా నన్ను వాడుకుంటూ ఉన్నాడు. അതായത് ധാരാളം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും ശുശ്രൂഷകൾ ചെയ്യുവാനും പ്രിയപ്പെട്ട ദേവദാസനെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ఇది మా యొక్క రాబోయే పరిచర్య. അതാണ് വരുന്ന ദിവസങ്ങളിൽ ദൈവം അദ്ദേഹത്തിലൂടെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു ദർശനത്തിന്, ആ ഒരു വിളിക്ക് അനുയോജ്യമായി വിധേയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. താങ്ക് യു സാർ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ఇంటర్వ్యూలో వచ్చి మీ గురించి చెప్పాలా? రాబోయే రోజుల్లో మాకున్న ఆశ ఏంటంటే డాక్టర్ సాజు థామస్ గారు, అలాగే పాస్టర్ మనోజ్ మత్తయ్య గారు కూడా ఈ యొక్క పరిచర్ని ఈరోజు సందర్శించి చక్కటి దేవుని వర్తమానాన్ని మా మధ్యలో వారు బోధించారు. ഇന്ന് ഈ ഒരു ഗോസ്പൽ TV UPയുടെ
UP യുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ സാജു വി തോമസ് സാറ്, അതുപോലെ മനോജ് മാത്യു, ഇവരൊക്കെ ഈ സഭയിലേക്ക് വരികയും ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ഈ സഭയിൽ വചനം ശുശ്രൂഷിക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ വിശ്വാസികളെയും കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്തു. സാജു തോമസ് സാറിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഉപദേശങ്ങൾ വളരെ സന്തോഷകരമായിരുന്നു. വരും ദിവസങ്ങളിൽ ഈ പ്രവർത്തനങ്ങളിൽ അവരും കൂടെ ഞങ്ങളോട് పങ്കാളികളാകുകയും ഞങ്ങൾക്ക് వేണ്ട ఆత్మీయమాటల నిర్దేశങ്ങൾ తరిగేయం చేయడం నేను పూర్ణంగా విశ్వసిస్తున్నాను. రాబోయే రోజుల్లో వీరితో కలిసి దేవుని పరిచర్ని ఇంకా ముందుకు కలిసి చేయాలని మేము ఆశపడుతూ ఉన్నాం. വരുന്ന ദിവസങ്ങളിൽ അവരോടൊപ്പമായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. మీరు ప్రార్థన చేయండి. ప్రార్థన చేసి ముగిస్తాం. ప్రభువా నీకు వందనాలు. ఈ మంచి రాత్రికాల సమయంలో గాస్పుల్ టీవీ వారు తీసుకున్న ఈ యొక్క ఇంటర్వ్యూని బట్టి వందనాలు. ఇది అనేకులకు ప్రయోజనకరంగా ఉండునుగాక. గాస్పుల్ టీవీని వీక్షించువారు, దాంట్లో మెంబర్స్గా ఉన్న వారందరినీ దీవించండి. అనేక సాక్ష్యాలు చూస్తున్న వారి జీవితాల్లో ఆశీర్వాదకరంగా ఉండునుగాక. డాక్టర్ సాజు థామస్ గారు చేస్తున్న పరిచర్ని దీవించండి. వారి కుటుంబాన్ని, వారి స్కూల్, వారి పరిచర్య ఆశీర్వదించమని ప్రార్థిస్తూ ఉన్నాను. ఆ రోజు నీ శిష్యులతో ప్రభువా నువ్వు ఉండి వెనువంటనే ఉండి వారు చేసిన ప్రతి పరిచర్ని ఆశీర్వదించిన దేవుడు నీ సేవకునితో ఉండి ఆశీర్వదించమని ప్రార్థిస్తూ ఉన్నాను. అలాగే ప్రియమైన మనోజ్ మత్తయ్య గారు, ఆయన చేస్తున్న పరిచర్య, ఆయన కుటుంబాన్ని కూడా దీవించండి. ఈరోజు వారిని మా మధ్యలో నడిపించారు. మా పరిచర్యలో కలుసుకొని దైవ వర్తమానాన్ని ఈరోజు ఆదివారపు ఆరాధనలో బోధించి కృపనిచ్చినందుకు వందనాలు. రాబోయే రోజుల్లో మేము కలిసి నీ రాజ్య సువార్తని ప్రపంచమంతా ప్రకటించి అనేకులకి సువార్త చెప్పి రక్షణలో నడిపించి నీ చిత్తాన్ని నెరవేర్చే భాగ్యాన్ని మా అందరికీ దయచేయమని యేసయ్య నామం పేరిట అడుగుతున్నాము తండ్రి. ఆమేన్. థ్యాంక్ యూ సార్. థ్యాంక్ యూ సార్.